ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. ഡിസംബർ 12 തേഴ്സ്ഡേയുടെ എനർജി, വ്യാഴം. താങ്ക് യു. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. Knight of Cups in the energy, Page of Pentacles, അതുപോലെ തന്നെ 8 of Pentacles in the energy. കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി, ഫിനാൻസ്, വെൽത്ത്, അതുപോലെ തന്നെ കരിയർ, ജോബ് അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂ ഓഫർ, ന്യൂ എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു പുതിയ സ്റ്റാർട്ടാണ്, ഒരു പുതിയ തുടക്കമാണ്, പുതിയ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ എൻഡ് ചെയ്തിട്ട് പുതിയൊരു എനർജിയിലോട്ട് മാറുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. അതുപോലെ തന്നെ ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി ഫിനാൻഷ്യൽ അബണ്ടൻസ് കൊണ്ടുവരാനായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. മെയിനായിട്ട് നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങൾ പാസ്റ്റിൽ കൊടുത്ത ഹാർഡ് വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതാണ്. ഒത്തിരി കോംപ്ലിമെൻറ്റ്, ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എന്ത് എനർജിയാണുള്ളത്? താങ്ക് യു. ക്യൂർ ഓഫ് വോൺസിൻ്റെ എനർജി, ഒത്തിരി കോൺഫിഡൻസും കാണുന്നുണ്ട്. പാസ്റ്റിൽ തോറ്റുപോയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു പിന്നോട്ട് വലിയേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, സക്സസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല, അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ മാനസിക വിഷമത്തിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ പ്രൗഡ് ഫീൽ ചെയ്യുന്നതായിട്ട്, കുറച്ചും കൂടെ ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ ഒരു പരസ്പരം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്, പരസ്പരം കൊടുക്കൽ വാങ്ങലിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളെ ഒത്തിരി പോസിറ്റീവായിട്ട് നിർത്തുന്നതാണ്. വേറെ എന്ത് എനർജിയാണ്? താങ്ക് യു. ഇവിടെ ഫാമിലി, ഹോം, പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാക്കിയ സിറ്റുവേഷൻ അതൊരു ഹീലിങ്ങിലോട്ട് വരുന്നതായിരിക്കാം, റീകൺസിലിയേഷൻ ആയിരിക്കാം, പരസ്പരം പറഞ്ഞ് കാര്യങ്ങൾ തീർക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അത് നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ റിലീസ് ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്ത് കളയാനായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജി, മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസ് ആയിരിക്കാം, ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഹീലിംഗ് എനർജിയും കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇതിലും ഒത്തിരി അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജിയാണ്, സമ്പൽ സമൃദ്ധി, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി. നിങ്ങളുടെ മനസ്സുകൊണ്ടിട്ട് നിങ്ങൾ ഒത്തിരി അബണ്ടൻ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജി, കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. അതായത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ട്രാവലിംഗ് ആയിരിക്കാം, യാത്രകളായിരിക്കാം, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ കുറച്ചൊന്ന് നിങ്ങളുടെ ബോഡി ടേക്ക് കെയർ ചെയ്യാനായിട്ട്, ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ അത് നിങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ മടിക്കാതിരിക്കുക. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട്, നമ്മൾ ഒരു സമയത്ത് പല കാര്യങ്ങളിൽ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയും. ഒരു സമയത്ത് പല കാര്യങ്ങളിൽ നമ്മൾ എനർജി കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചിലപ്പോൾ വിട്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് സമയം കൊടുക്കാനായിട്ട്, എനർജി കൊടുക്കാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ കുറച്ചൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും മുൻഗണനയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഓവറായിട്ട് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം വരുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഹെൽപ്പ് വേണം അല്ലെങ്കിൽ അഡ്വൈസ് വേണമെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാനായിട്ട്, പഠിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഓവറോൾ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി, ഒത്തിരി പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിസിനസ്, കരിയർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലും ഒത്തിരി കോൺഫിഡൻസ് വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. ഡിസംബർ 12 തേഴ്സ്ഡേയുടെ എനർജി എന്താണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. താങ്ക് യു. നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, എംപററിൻ്റെ എനർജി, ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള എനർജി, പോസിറ്റീവായിട്ടുള്ള എനർജി ഓൾറെഡി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി അബൻഡൻസ്, അതുപോലെ തന്നെ പേഴ്സണൽ ഫ്രീഡം, തൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള എനർജി, സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്സും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നെയ്ബേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആ ഒരു ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ എല്ലാവരും ചേർന്ന് എന്തെങ്കിലുമൊക്കെ എനർജിയിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് രാജ്യത്തിൻ്റെ എനർജി ആയിരിക്കാം, രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രകൃതിക്ക് വേണ്ടിയിട്ട്, ഭൂമിക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വന്നിട്ട് ഒത്തിരി ഗ്രോത്ത്, വളർച്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കോൺഫിഡൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ സറണ്ടറിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അതായത് ഒത്തിരി നിങ്ങൾ ട്രൈ ചെയ്തു ഒരു സിറ്റുവേഷൻ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഒത്തിരി നിങ്ങൾ എഫേർട്ട് എടുത്തു, ഒത്തിരി നിങ്ങൾ ട്രൈ ചെയ്തു, പക്ഷേ നിങ്ങൾ വിചാരിച്ച റിസൾട്ട് കിട്ടുന്നില്ല, നിങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനത്തെ എന്തെങ്കിലും എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു കാര്യങ്ങൾ ഈശ്വരനിൽ സമർപ്പിക്കാനായിട്ട്, ആ ഒരു ഡിവൈൻ എനർജിയിൽ സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പീസ്, സമാധാനം കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിലെ എനർജി ആയിരിക്കാം. പാസ്റ്റിൽ നിങ്ങൾ സറണ്ടർ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ, ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോയ എന്തെങ്കിലും കാര്യങ്ങൾ, അതിനൊരു പോസിറ്റീവ് റിസൾട്ട് വരുന്നതായിട്ട്, പുരോഗതി വരുന്നതായിട്ട്, ഗ്രോത്ത് വരുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പാരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അവരുമായിട്ടുള്ള ആ ഒരു ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ന്യൂസ്, എനർജീസ് വരുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, അഗെയിൻ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ്റെ എനർജി. കുറച്ച് പേർക്ക് ട്രാവൽ, യാത്രകളുടെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് എല്ലാ കാര്യങ്ങളും ഒരു അലൈൻമെൻറ്റിലോട്ട് വരുന്നതാണ്, ഒരു ഓർഡറിലോട്ട് വരുന്നതാണ്. നിങ്ങളുടെ വൈബ്രേഷൻ ഒരു അലൈൻമെൻറ്റിലോട്ട് വരുന്നതായിരിക്കാം. നിങ്ങളുടെ ഊർജം കുറച്ചും കൂടെ, ആ ഒരു വൈബ്രേഷൻ കുറച്ചും കൂടെ ബാലൻസിലോട്ട് വരുന്നതായിരിക്കാം. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കാം. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി, ഒത്തിരി ഹോപ്പ്ഫുള്ളായിട്ട്, പ്രത്യാശയോടുകൂടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലിരിക്കാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഗ്രോത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വൈസ്, എന്തെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സ്പിരിച്വൽ ഗൈഡൻസ് ആയിരിക്കാം, ആത്മീയമായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനായിട്ടുള്ള ആ ഒരു മനസ്സ്, ഓക്കെ, അത് കുറച്ച് പേര് നിങ്ങളുടെ അടുത്തോട്ട് കാണിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചും കൂടെ കമ്പാഷൻ, കുറച്ചും കൂടെ സ്നേഹം, ആ ഒരു എനർജിയിലിരുന്നിട്ട് നിങ്ങളെ കാണാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഈ ഒരു എനർജി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഓവറോൾ ഒത്തിരി ഹീലിംഗ് എനർജി, ഒത്തിരി ഷൈൻ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. കുറച്ച് പേർക്ക് ഒത്തിരി പ്രൗഡ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ടാകാം. തല ഉയർത്തിപ്പിടിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു എനർജി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്.
കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ് ഒരു സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിൽ എത്തിയ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ബൗണ്ടറിയും കുറച്ചൊന്ന് ഹെൽത്തി ആക്കി നിർത്താനായിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടും ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫിനാൻസ്, മണി അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും കുറച്ചൊരു ബാലൻസിൻ്റെ ആവശ്യം വരുന്നുണ്ടാകാം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്നത്, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യുന്നത്, പതുക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള എനർജി, എല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്, ഫാസ്റ്റ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. നടന്ന സംഭവങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം. ഒരു 5-10 മിനിറ്റ്സ് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട്, ചിന്തിക്കാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.